പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നൽകിയ വലിയൊരു സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ഇടവേള വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ഏറ്റപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അല്പനാട് വേലയ്ക്ക് വേണ്ടി രാജസ്ഥാനിലേക്ക് കടന്നു പോകുമെന്നുള്ളത്. കഴിഞ്ഞ ഏകദേശം 1.5 മാസത്തോളം വടക്കേന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ കടന്നുപോയി കർത്താവിൻ്റെ വചനം അറിയിക്കുവാൻ, അവിടെയുള്ള ദൈവദാസന്മാരോടും ദൈവമക്കളോടും കൂടെ ആയിരിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കുവാനും തിരുവചന സത്യങ്ങളാൽ ധൈര്യപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയമായ വെളിച്ചവും അറിവുമൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദർശനം കർത്താവ് നൽകിയിട്ടുണ്ട്. അതാണ് ഈ നാടുകളിൽ കൂടുതൽ സന്തോഷത്തോടുകൂടെ ചെയ്യുന്നത്. തുടർന്നും ദൈവമക്കളുടെ പ്രാർത്ഥന കാര്യത്തിൽ ആവശ്യമായിട്ടുണ്ട്. തുടർന്നും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. 1.5 മാസം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളേറ്റവും എളുപ്പത്തിൽ മറക്കുന്നത് പലപ്പോഴും ദൈവവചനമാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ പറഞ്ഞത് പക്ഷി വന്നതൊക്കെ എന്ത് ചെയ്യും, എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പല കാരണങ്ങളാൽ, ഒരു കാരണമേ വചനം മുളയ്ക്കാനായിട്ട്, ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ, നല്ല നിലത്ത് വീഴുന്ന വിത്ത്. ബാക്കിയെല്ലാം അത് നിഷ്ഫലമായി പോകാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള നിഷ്ഫലമാകാനുള്ള കാരണങ്ങളാണ് കൂടുതലുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നാൽ നമ്മൾ ഈ തിരുവചന പഠനത്തിനായി കടന്നു വരുന്നവരാരും അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ ഉള്ളവരല്ല. ആത്മാർത്ഥമായി ദൈവവചനം പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ വേഗത്തിലൊന്ന് ഓടിച്ചു പറയാം എന്ന് ഞാൻ കരുതുകയാണ്. എബ്രായ മതത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകൾ, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ, അവർ തിരിഞ്ഞു നോക്കിയിട്ട് പലപ്പോഴും അവർ വിട്ടുപോകുന്ന കാര്യങ്ങളേക്കാൾ ശ്രേഷ്ഠമായിട്ട്, മെച്ചമായിട്ട് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശയും ഒരു അങ്കലാപ്പും ഒരു അസ്ഥിരതയൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകുകയും പലരും തിരിച്ച് തങ്ങളുടെ പഴയ മതത്തിലേക്ക് പോകാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ അങ്ങനെയുള്ളവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം എന്നുള്ളത്. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ യേശു ക്രിസ്തു സർവശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ ലേഖനത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. ഈ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്, അല്ലെങ്കിൽ ഒരു താക്കോൽ വാക്യമെന്ന് പറയാവുന്നതാണ് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. വിട്ടുപോകുന്ന കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ, അത് 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ അധികം കാരണമുണ്ട്, സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിനേക്കാൾ താണതാണ്, ഇൻഫീരിയർ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താരതമ്യം ചെയ്യുക. യഹൂദ മതത്തിലെ ആളുകളെയും യഹൂദ മതത്തിലെ എല്ലാ കാര്യങ്ങളെയും ക്രിസ്തുവിനോട് താരതമ്യപ്പെടുത്തിയിട്ട് യേശു ക്രിസ്തു അവയേക്കാളൊക്കെയും ശ്രേഷ്ഠനാണ് എന്ന് പ്രതിപാദിക്കുകയാണ് എബ്രായ ലേഖനത്തിൽ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്, യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രവാചകന്മാർ. കാരണം പ്രവാചകന്മാരിലൂടെയാണ് അവർക്ക് തിരുവെഴുത്തുകൾ ലഭിച്ചത്. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. आप लोग मुझसे माफ़ कीजिएगा, यदि मैं हिंदी में भी बताऊंगा तो समय का बर्बाद हो जाएगा, इसलिए
തോടാൻ മുഷ്കിൽ. 2 സഹോദരന്മാർ, ഹിന്ദി സഹോദരന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ അവരെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം പോയപ്പോൾ മധ്യപ്രദേശിൽ വെച്ച് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ്, ഒന്നാമത്തേത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. പ്രവാചകന്മാരിലൂടെയാണ് യഹൂദന്മാർക്കുള്ള ന്യായപ്രമാണങ്ങളും അല്ലെങ്കിൽ ദൈവികമായ വെളിപ്പാടുകളും ദൈവം നൽകിയത്. പക്ഷേ അതിൻ്റെ ഒരു അപര്യാപ്തത അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. അപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഭാഗമായിട്ട് വിവിധമായിട്ടാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴായി കുറേശ്ശെയായിട്ടാണ് കൊടുത്തത്. എന്നാൽ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തെന്ന് പറയുമ്പോൾ സമ്പൂർണമായ വെളിപ്പാട്, ഒരിക്കൽ എന്നേക്കുമായി സമ്പൂർണമായി ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന പറഞ്ഞാട്ടെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ സമ്പൂർണമായി വെളിപ്പെടുത്തിയവനാണ് പുത്രൻ. ആ പുത്രൻ എന്ന് പറയുന്ന, അവിടെ പറയുന്ന പുത്രൻ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം, നിത്യനായ പുത്രൻ, മടിയിലിരുന്ന പുത്രൻ, ആ നിത്യപുത്രൻ ദൈവത്തെ എന്നേക്കുമായിട്ട് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മൊബൈലിലൊരു വീഡിയോ, ഒരു മുസ്ലിം പണ്ഡിതൻ നമ്മുടെ കർത്താവിനെ വിമർശിക്കുന്ന അദ്ദേഹം ഈ വാക്യം വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:18. അദ്ദേഹം പകുതി വായിക്കുന്നുള്ളൂ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അപ്പോൾ യേശുവിനെ കാണാൻ കഴിയുമല്ലോ, അപ്പോൾ അതുകൊണ്ട് യേശു ദൈവമല്ല എന്നാണ്. ബാക്കിയും കൂടെ വായിക്കുന്നില്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആരോ പറയുന്നുണ്ട്, റീഡ് ഡൗൺ, താഴേക്ക് വായിക്കൂ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. അപ്പോൾ അത് വായിക്കുന്നില്ല. ബാക്കി എന്താണ്? അവൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സമ്പൂർണമായ വെളിപ്പാടാണ്. യേശുക്രിസ്തുവിൻ്റെ 7 ആട്രിബ്യൂട്ട്സ്, ഗുണവിശേഷണങ്ങൾ ആ 3 വാക്യങ്ങളിലുണ്ട്. ഒന്ന്, അവൻ സകലത്തിൻ്റെയും ഉടമസ്ഥനാണ്. അവൻ ഉടമസ്ഥനാണ്, ഹീസ് ദ ഹെയർ എന്നുള്ളതാണ്. വാക്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 2, അവിടുന്ന് പ്രപഞ്ച സൃഷ്ടാവാണ്, ക്രിയേറ്ററാണ്. 3, അവിടുന്ന് ദൈവ തേജസ് വെളിപ്പെടുത്തിയവനാണ്. 4, നമ്മളവിടെ കാണുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ്. ഇംഗ്ലീഷിൽ എഴുതി അല്പം മാറിപ്പോയിട്ടുണ്ട്, അത് നിങ്ങൾ പിന്നീട് തിരുത്താവുന്നതാണ്. ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ്, അത് ഹീസ് ദ റെപ്രസെൻറ്റർ. 5-ാമത്തേത്, യേശു കർത്താവ് പ്രപഞ്ച നിയന്ത്രിതാവാണ്, ഹീസ് ദ സസ്റ്റൈനർ. 6-ാമത്തേത്, അവൻ പാപപരിഹാരകനാണ്, ഹീസ് ദ പ്യൂരിഫയർ. അത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി, അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും ആകൊണ്ട് അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. 2-ാമത്തേതിലേക്ക് നമ്മൾ പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ അതിശ്രേഷ്ഠനായിരിക്കുന്നു. 1, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 2, അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയാനായിട്ട് അവിടെയും 7 കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. 1, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമമുണ്ട്. ദൂതന്മാർ കേവലം ആരാധകരും, എന്നാൽ പുത്രൻ ആരാധ്യനുമാണ്. ഇവിടെ ഈ 4 മുതലുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന് 4 മുതൽ 2:28 വരെയാണ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയുന്നത്. അപ്പോൾ 4 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ഉള്ള പുത്രൻ 2-ാം വാക്യത്തിൽ പറഞ്ഞ പുത്രനല്ല എന്ന് പറഞ്ഞാൽ 2-ാം വാക്യത്തിൽ നിത്യപുത്രനാണ്. ഇവിടെ 4-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്ന, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. വിശിഷ്ടമായ നാമത്തിന് അവകാശിയാകത്തക്കവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. അപ്പോൾ ശ്രേഷ്ഠനായി തീർന്ന, അല്ലെങ്കിൽ ആ നാമത്തിന് അവകാശിയായി തീർന്ന നാമം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നാമമല്ല, അത് ആ മശിഹാപുത്രത്വമാണ്. ശ്രേഷ്ഠനായി തീർന്ന, നേരത്തെ ശ്രേഷ്ഠനാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. പക്ഷെ എന്തായി? അത് 2-ന്റെ മുമ്പിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നതാണ്. അവൻ ശ്രേഷ്ഠനായിരുന്നു, പക്ഷെ താണതാണ്. അപ്പോൾ ആ മശിഹാപുത്രത്വമാണ്, അത് ആ നാമമാണ് അവിടെ പറയുന്നത്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമമുണ്ട്. അത് പറയുന്നു, താഴെ പറയുന്നത് എന്താ?
നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പുത്രൻ എന്ന് വിളിച്ചിട്ടില്ല. ആ നാമം ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? മശിഹാപുത്രന് മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ ഓർത്തു, ദൂതന്മാരെ ആരാധിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കൊലോസിലെ നമ്മൾ വായിക്കുന്നുണ്ട്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ജഡമനസാക്ഷിയിൽ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ വിരുതെറ്റിക്കരുത്. ദൂതന്മാർക്ക് വളരെ പ്രാധാന്യത കൊടുക്കുന്ന അതാണ് എല്ലാ മതങ്ങളും തന്നെ, ക്രൈസ്തവ മതത്തിൽ ഉൾപ്പെടെ. എന്നാൽ തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്, യേശുക്രിസ്തു ആരാധ്യനാണ്. ദൂതന്മാർ അവനെ ആരാധിക്കുന്നവരാണ്. തൻ്റെ പുത്രനെ വീണ്ടും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. 5-ാം വാക്യം, 6-ാം വാക്യം. മൂന്നാമത്, യേശുക്രിസ്തു രാജാവും ദൂതന്മാർ ആജ്ഞാനുവർത്തികളുമാണ്. 4, ക്രിസ്തു നിത്യസൃഷ്ടാവും ദൂതന്മാർ സൃഷ്ടികളുമാണ്. നമ്മളത് കണ്ടതാണ്. അവിടെ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവിന് പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. ഒടുവിൽ പറയുമ്പോൾ നീയോ അനന്യൻ, 12-ാം വാക്യത്തിൻ്റെ ഒടുവിൽ, നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. അപ്പോൾ അവിടുന്ന് നിത്യനായ സൃഷ്ടാവാണ്, നിത്യനാണ്, അവിടത്തേക്ക് മാറ്റമില്ലാത്തവനാണ്. എന്നാൽ ദൂതന്മാർ സൃഷ്ടികളാണ്. 5-ാമത്, യേശു ക്രിസ്തു സർവത്തിനും മീതെ അധികാരിയാണ്. 13-14 വാക്യങ്ങൾ. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷപ്രാപിപ്പാൻ ഉള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ദൂതന്മാർ കേവലം ശുശ്രൂഷകന്മാരാണ്. ആരുടെ ശുശ്രൂഷകന്മാർ? ആരുടെ ശുശ്രൂഷകന്മാർ? ആരുടെ? നമ്മുടെ ശുശ്രൂഷകന്മാർ, കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരാണ്, അജ്ഞാനുവർത്തികളാണ് എന്നുള്ളത് അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ 7 മുതൽ 7, 8, 9 വാക്യങ്ങൾ നമ്മൾ കണ്ടു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരെ, അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് സങ്കീർത്തനത്തിൽ നിന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരൊക്കെ രക്ഷപ്രാപിപ്പാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. കർത്താവോ ഇവരുടെ എല്ലാവരുടെയും ആരാണ്? അധികാരി ആണ്, സർവത്തിനും മീതെ അധികാരിയാണ്. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളും നീ എൻ്റെ വലത്തുഭാഗത്ത്, ഈ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് പറയുന്ന അധികാരിയാണെന്നുള്ളതാണ്. എല്ലാറ്റിൻ്റെയും അധികാരിയാണ്. ഇനി ന്യായവിധി നടത്തുന്നതും എല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വലത്തുഭാഗത്തിരിക്കുക എന്നുള്ള പറയുന്നത്. അതാണല്ലോ നമ്മൾ കർത്താവിൻ്റെ 7 ആട്രിബ്യൂട്ട്സിൽ ഒന്നാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? വലത്തുഭാഗത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് ആ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ഇത് യഹൂദന്മാരോടാണല്ലോ പറയുന്നത്. അവർക്കത് പ്രത്യേകിച്ച് മനസ്സിലാകും. സ്തെഫാനോസിനെ കല്ലെറിയാൻ എന്താ കാരണം? എന്തു പറഞ്ഞപ്പോഴാണ് കല്ലെറിഞ്ഞത്? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്, മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ഞാൻ കാണുന്നു. അവിടം വരെ അവർ ക്ഷമിച്ചുള്ളൂ. അത് കേട്ടതേ അവരെന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. അപ്പോൾ ദൈവപുത്രൻ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇവിടെ 2 പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുണ്ട്. നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നത് ഇത് ആരോടാ പറയുന്നത്? നമ്മളോടല്ല, ഇന്ത്യക്കാരോടല്ല പറയുന്നത്, യഹൂദനോടാ പറയുന്നത്. യഹൂദനെ അത് മനസ്സിലാകും. എന്താ മനസ്സിലാകുന്നത്? അവനാണ് സർവശ്രേഷ്ഠൻ, അവനേക്കാൾ അവൻ്റെ മേളിൽ ആരും ഇല്ല, അവൻ പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇനി അതിനൊരു ചെറിയ വ്യത്യാസം വരുത്തി ആ ചോദ്യം വരികയാണ്. ശരി, സമ്മതിച്ചു, യേശുക്രിസ്തു ദൂതന്മാരെയൊക്കെ ശ്രേഷ്ഠനാണ്. പക്ഷേ ദൈവം മനുഷ്യനെ ദൂതന്മാരെക്കാൾ താഴ്ത്തിയാണല്ലോ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ യേശു മനുഷ്യനല്ലേ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയും. അങ്ങനെ മനുഷ്യനാണെങ്കിൽ ദൂതന്മാരെക്കാൾ താണവനല്ലേ? അതേ, താണവനാണ്. അതെന്തിനാ? അത് 5 മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ്. മനുഷ്യ, നീ നഷ്ടപ്പെടുത്തിയില്ലേ സകലവും അവൻ്റെ കാൽ കീഴെ? നീ മർത്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ സകലവും അവന് കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത്
സാക്ഷ്യം പറയുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം അവന് കീഴ്പ്പെട്ടതായി, 8-ാം വാക്യം, എല്ലാം അവന് കീഴ്പ്പെട്ടതായി നാം കാണുന്നില്ല. 9-ാം വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. മഹത്വവും ബഹുമാനം എവിടെ നിന്നാണ് കിട്ടുന്നത്? അധികാരത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അധികാരത്തിൽ നിന്ന് കിട്ടുകയാണ്. മഹത്വം, തേജസ്, ഇത് രണ്ടും ദൈവം മനുഷ്യന് കൊടുത്തു അല്ലേ? തേജസ് അണിയിച്ചു, പിന്നെ സകലം അവൻ്റെ കാൽക്കീഴെ ആക്കി. അവ രണ്ടും, അധികാരവും തേജസ്സും ബഹുമാനവും, ഇത് രണ്ടും കൊടുത്തു. രണ്ടും നഷ്ടമാക്കി. ഈ നഷ്ടമാക്കിയത് തിരിച്ചു മനുഷ്യന് കൊടുക്കുവാൻ, അവന് നേടിക്കൊടുക്കുവാനാണ് അവനെ പോലെ ആയി, മനുഷ്യനെ പോലെ ആയി. മനുഷ്യനെ പോലെ ആകുമ്പോൾ ആരെക്കാളും താണു? ദൂതന്മാരിലും അല്പം ഒരു താഴ്ച. അല്പം എന്ന് പറഞ്ഞാൽ കുറച്ച് താണുന്നല്ല, കുറച്ച് സമയത്തേക്ക് എന്നുള്ളതാണ്, എന്നേക്കുമായിട്ടല്ല. ദൂതന്മാരെക്കാൾ താണു, അല്പസമയത്തേക്ക് അവൻ താണു. ഓ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ താണപ്പോൾ ആരോട് സമനായി? മനുഷ്യരോട് സമനായി. ഈ വചനത്തെ കോട്ടുന്ന ആളുകൾക്ക് എളുപ്പമാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറയുക, 5-ാമത്തെ നമ്മൾ പഠിച്ചതാണ്, 8-ാം വാക്യം എന്താണ്? പുത്രനെങ്കിലും താൻ അനുഭവിച്ച, ഈ കഴിഞ്ഞ ദിവസം ഞാനത് കേട്ടു, ഒരു യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അത് പറയുന്നത്, യേശു ദൈവമാണെങ്കിൽ അനുസരണം പഠിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല, ആവശ്യമില്ല. അവിടെ അതുകൊണ്ട് ആ ക്ലോസ്, ആ വാക്ക് തന്നെ, പുത്രനെങ്കിലും അനുസരണം പഠിക്കേണ്ട ആവശ്യമില്ല. അവൻ താണവനല്ല. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? നിന്നെ പോലെയായി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൽ ആരാണ്? കർത്താവ്, നമ്മളൊക്കെ സഹോദരന്മാർ, തുല്യരാണ്. മനുഷ്യത്വത്തിലേക്ക് വന്നു, ഒരുപോലെ ആയിത്തീർന്നു. എന്തിനാ? മനുഷ്യരായ നമ്മൾ ഏതെങ്കിലും നഷ്ടപ്പെടുത്തിയത് നമുക്ക് തിരികെ നൽകുവാൻ വേണ്ടി. ഇനി ഈ ഭാഗത്തൊരു മുന്നറിയിപ്പും കൂടെയുണ്ട്. 2-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യം. എന്താ? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ അനുസരണക്കേടിലും ലംഘനത്തിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, അല്ലേ, അങ്ങനെയല്ലേ? എങ്കിലും കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നൽകിയതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ? അവിടെ ആ താരതമ്യത്തില ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം അനുസരിക്കാത്തവർക്ക് എന്ത് കിട്ടി? തക്കതായ പ്രതിഫലം, തക്കതായ ശിക്ഷ കിട്ടിയെങ്കിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവ് മുഖാന്തരം പിതാവായ ദൈവം സമ്പൂർണ്ണ വെളിപ്പാട് നൽകി അവനോട് അരുളി ചെയ്ത കാര്യങ്ങൾ, അവനോടിലൂടെ ഒരുക്കിയതായ ഈ വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, അതിനെ അവഗണിച്ചാൽ വേറെ രക്ഷാമാർഗം ഇല്ല, നരകശിക്ഷയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമ്പൂർണ്ണമായി അവനിൽ വിശ്വസിച്ച് ആശ്രയിക്കണം. 3, യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു, യേശുവും അങ്ങനെ തന്നെയായിരുന്നു. മോശ ദൈവഭവനത്തിൽ ഭൃത്യനായിരുന്നു, എന്നാൽ യേശുക്രിസ്തു ഭവനം ചമച്ചവനാണ്, അതിൻ്റെ ഉടമസ്ഥനാണ്. മോസസ് ലെഡ് ദ ഹൗസ് ബട്ട് ജീസസ് ബിൽഡ് ഇറ്റ്. മോശ ദൈവഭവനത്തിൽ ഭൃത്യനായിരുന്നു, എന്നാൽ യേശു ഭവനത്തിൻ്റെ അധികാരിയാണ്. 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തു അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട്. മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടാണ്, എന്നാൽ യേശുവോ ഭവനത്തിൻ്റെ അധികാരിയായിട്ടാണ്. മോശയെക്കുറിച്ച് പറയുമ്പോൾ യഹൂദന്മാർക്ക് വളരെ ആവേശമാണ്. എന്താണ് കാരണം? അവർ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് കരുതുന്ന ആരെയാണ്? മോശയാണ് അവർക്ക് ന്യായപ്രമാണം കൊടുത്തത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മോശയെ യഥാർത്ഥമായിട്ട് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്തേനെ? എന്നെ വിശ്വസിച്ചേനെ, എന്നെ ബഹുമാനിച്ചേനെ. കാരണം മോശ പറഞ്ഞ ആരെക്കുറിച്ചാണ്? എന്നെക്കുറിച്ചാണ് എന്ന് കർത്താവ് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശ വരുവാനുള്ള രക്ഷകനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ഭൃത്യനാണ് യേശു, രക്ഷകനായ മശിയാണ്. മോസസ് വാസ് ദ മെസ്സഞ്ചർ ബട്ട് ജീസസ് ഈസ് ദ മെസ്സേജ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയും ഒരു മുന്നറിയിപ്പുണ്ട്. ഈ ലേഖനത്തിൽ 6-7 മുന്നറിയിപ്പുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൽ രണ്ടാമത്തെ മുന്നറിയിപ്പാണ് മോശ മുഖാന്തരം അരുളി ചെയ്ത വചനം അനുസരിക്കാത്തവർക്ക്, അതിൻ്റെ 16-ാം വാക്യം, 3-ാം അധ്യായം 16-ാം വാക്യം എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവരെല്ലാവരുമല്ലോ. കേട്ടത് ആരുടെ വചനമാണ്? ദൈവത്തിൻ്റെ വചനം. ആരിലൂടെയാണ്? മോശയിലൂടെയാണ്. അപ്പം മോശയിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ട ആളുകൾ മത്സരിച്ചു എന്നിവിടെ പറയുന്നത് അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അതാണ് ഇവിടുത്തെ പ്രധാന. ഇനി ഈ 3-ാം അധ്യായം മുതൽ വിശ്വാസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാതലായൊരു പോയിന്റിലേക്ക് വരികയാണ്. 12-ാം വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. അപ്പോൾ നിങ്ങളാരും, 12-ാം വാക്യം, നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്നുള്ള എടുത്തോണം. അപ്പോൾ കേട്ടവർ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. മോശ മുഖാന്തരം അരുളി ചെയ്ത വചനം വിശ്വസിക്കാത്തവർക്ക് എന്ത് സംഭവിച്ചു? ഇനി പറഞ്ഞിട്ടേ പോകണം. ഒന്നുകൂടെ പറഞ്ഞാൽ അവർ മരുഭൂമിയിൽ പട്ടുപോയി. അതാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവരുടെ ശവങ്ങൾ, 18-ാം വാക്യം, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവർ മരുഭൂമിയിൽ പട്ടുപോയി. അവർ ഉണർന്നു നടക്കേണ്ടതായിട്ട് വന്നു. വേറെ നമ്മൾ നോക്കുമ്പോൾ പല കാരണങ്ങളുണ്ട് അല്ലേ? വിഗ്രഹാരാധന, മോഹിച്ചു, പിറുപിറുത്തു അല്ലേ? പരസംഗം, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 5 പാപങ്ങൾ. എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം എന്താണ്? അവിശ്വാസമാണ് എല്ലാ പാപങ്ങളിലേക്കും നയിക്കുന്നത്. എല്ലാ തെറ്റുകളിലേക്കും മനുഷ്യവർഗത്തെ നയിക്കുന്നത്. അതിൻ്റെ പ്രഥമമായ കാരണം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ്. അവിശ്വാസമാണ് കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്നത്. അവിശ്വാസമാണ് സഭയിൽ വഴക്കുണ്ടാക്കുന്നത്. അവിശ്വാസമാണ് നമ്മൾ തെറ്റായ വഴികളിലേക്ക് പോകുന്നത്, തെറ്റായ ചിന്തകളിലേക്ക് പോകുന്നത്. ഇതിനെല്ലാം വിത്തുവാകുന്നത് ആരാ? പിശാചാണ്. പല കാരണങ്ങളിലൂടെ വിത്തുപാകി ഏദനിലേക്കും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടല്ലോ. നമ്മൾ 2 സ്ഥലത്തേക്ക് നോക്കിയാൽ, ഒന്ന് ഏദനിലേക്കും മറ്റൊന്ന് ക്രൂശിലേക്കും. എല്ലാറ്റിനും ഉത്തരം അവിടെ കാണും. എല്ലാറ്റിൻ്റെയും മൂലകാരണം അവിടെയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏദനിൽ അവിശ്വാസമാണ് മനുഷ്യനെ കുഴപ്പത്തിലേക്ക് വീഴ്ത്തിയെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്നത് വിശ്വസിക്കാനാണ്. ഈ മരുഭൂമിയിൽ വീണുപോയതും അവിശ്വാസം നിമിത്തമാണ്. അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ദൈവകൃപയിലേക്ക് വന്ന ആളുകൾ നിങ്ങളിൽ ആരെങ്കിലും അതുപോലെ അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ആരെങ്കിലും ശരിയായി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലുമുള്ള സമ്പൂർണമായ ആശ്രയമാണ്. നമ്മളാ നിർവചനമല്ലോ ഇവിടെ 11-ാം അധ്യായം 1-ാം വാക്യത്തിലൊരു നിർവചനം ഉണ്ടല്ലോ. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അത് വേറെ വിഷയവുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഓരോ വിഷയത്തിൽ നമ്മൾ അതിന് ആപ്റ്റായിട്ടുള്ള നിർവചനം എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ അവർ ഒറ്റ കാര്യം അവർ വിശ്വസിക്കേണ്ടിയിരുന്നുള്ളൂ. എന്താ? ദൈവം സർവശക്തനാണ്, പരമാധികാരിയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്വമുണ്ട്. നിങ്ങളെ എവിടെ കൊണ്ടുപോകാം? പരാദേശത്ത്. ആ ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും അവരെന്ത് ചെയ്തില്ല? അവർ അപ്പോഴപ്പോഴുള്ള പ്രശ്നങ്ങളിലേക്കാണ് അവരെന്ത് ചെയ്തത്? നമ്മളെന്തുകൊണ്ടാണ് വെറുവെറുക്കുന്നത്? നമ്മളെന്തുകൊണ്ടാണ് നിരാശരായി പോകുന്നത്? നമ്മളെന്തുകൊണ്ടാണ് ഭയപ്പെട്ടു പോകുന്നത്? പല സാഹചര്യങ്ങളിലും ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മളെ പ്രശ്നത്തിലേക്ക് നോക്കാതെ നമ്മുടെ ദൈവത്തിങ്കിലേക്ക്. അവൻ സർവശക്തനും പരമാധികാരിയുമാണ്. ദൈവത്തിന് സ്തോത്രം. 4 അല്ലേ? അതെ, 4. യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ അതിശ്രേഷ്ഠനായിരിക്കുന്നതിന് 4ാമത്തെ കാരണം അവിടുന്ന് യോശുവയെക്കാളും ആചാരപരമായ ശബത്തിനേക്കാളും ശ്രേഷ്ഠനാണ്. 4 സ്വസ്ഥതയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. 1 കനാൻ ദേശം.
അപ്പോൾ ഇവർ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പ്രവേശിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിശ്വാസം നിമിത്തം. അതാണ് 3:19 നമ്മൾ വായിക്കുന്നുണ്ട്. 3:19 വാക്യം. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. 4:1 അവന് സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് കനാൻ ദേശം ഒരു സ്വസ്ഥതയാണ്. ദൈവം അത് പറഞ്ഞു, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് അവിടെ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് കനാൻ ദേശമാവുന്ന സ്വസ്ഥത. അടിമത്വത്തിൽ കിടന്ന, മിസ്രൈമിലെ അടിമത്വത്തിൽ കിടന്ന ആളുകളെ അവർക്ക് ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവർക്ക് ഇസ്രായേൽ ദേശം അല്ലെങ്കിൽ കനാൻ ദേശം കൊടുത്ത് അവർക്കൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വസ്ഥത അവർക്ക് ദൈവം നൽകി. രണ്ടാമത്തേത് ശബത്ത്. ഇവിടെ പറയുന്ന ശബത്താവുന്ന സ്വസ്ഥത. അതെന്തിനു വേണ്ടിയാണ്? ശാരീരികവും മാനസികവുമായ സ്വസ്ഥതയാണ്. അമിതാധ്വാനമുള്ള ആളുകൾ, അത്യാർത്ഥിയുള്ള ആളുകൾക്ക് ഒരിക്കലും എന്തുണ്ടാകില്ല? സ്വസ്ഥത ഉണ്ടാക്കിയില്ല. ദൈവം അത് നൽകിയിരിക്കുന്ന യഹൂദന് എന്താ? 6 ദിവസം വേല ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. അവരുടെ ശാരീരികവും മാനസികവുമായ സ്വസ്ഥതയ്ക്കാണ് ശബത്ത്. അപ്പോൾ ഇത് രണ്ടും അവർക്ക് ലഭിച്ചു. ഇത് രണ്ടും ലഭിച്ചതിന് ശേഷം അപ്പോൾ ആദ്യത്തെ സ്വസ്ഥത അല്ലെങ്കിൽ കനാൻദേശമാകുന്ന സ്വസ്ഥത അവർക്ക് കൊടുത്ത യോശുവയാണ്. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ പിന്നത്തേതിൽ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? എവിടെ വാക്യം? 8-ാം വാക്യം. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. അപ്പോൾ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി. അതിനുശേഷം 7-ാം ദിവസമായ ശബത്ത് അവർ ദിനംപ്രതി ആചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദാവീദ് പറയുന്നത് 95-ാം സങ്കീർത്തനത്തിൽ, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സ്വസ്ഥത എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു സ്വസ്ഥത അവിടെ കിടപ്പുണ്ട്. അതേതാ? ദൈവം 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ദൈവം എന്ത് ചെയ്തിട്ടില്ല? പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കേണ്ടാത്ത നിത്യമായൊരു സ്വസ്ഥത, ആ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ യഹൂദനോട് പറയുമ്പോൾ ആണ് ഇതിൻ്റെ കാര്യം മനസ്സിലാവുന്നത്. എന്താ? യഹൂദനെ സംബന്ധിച്ച് ആത്മീക വിഷയത്തിൽ അവൻ എന്തില്ല? സ്വസ്ഥത ഇല്ല. നിരന്തരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നും നിത്യമായിട്ട്, മരിക്കുന്നത് വരെ നിത്യമായിട്ട് അവൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടെ പറയുകയാണ് 9-ാം വാക്യം, ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം 10-ാം വാക്യം, ദൈവം അവൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി. അപ്പോൾ ഒരിക്കലും പ്രവർത്തിക്കേണ്ടാത്ത ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമ്പോൾ. അതേതാ? കർമ്മമില്ലാത്ത സ്വസ്ഥത. അത് നമ്മൾ പ്രവേശിച്ചു. എങ്ങനെ? അതെങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞേ? വിശ്വസിച്ചവരായ നാമല്ലോ, 3-ാം വാക്യം, വിശ്വസിച്ചവരായ നാമല്ലോ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. നമ്മൾ വിശ്വസിച്ചു, ദൈവികമായ സ്വസ്ഥതയിൽ പ്രവേശിച്ചു. നമുക്ക് അതിനെക്കുറിച്ച് ഇനി എന്തില്ല? ഒരു സംശയമില്ല, ഒരു അസ്വസ്ഥതയുമില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തികൾ കൂടാതെയുള്ള നീതീകരണം, ആത്മരക്ഷ, ആത്മാവിന് നിത്യമായ സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഓ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ ഇന്നും എവിടെ കിടക്കുന്നത്? നിത്യമായ നാശത്തിലാണ് എന്നുള്ളതാണ് ആ ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് അവിടെ ഒരു മുന്നറിയിപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ മുന്നറിയിപ്പ് വിശ്വാസത്തിലൂടെയാണ് നിത്യമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ വിശ്വാസം ഉണ്ടോ ഇല്ലയോ, ആ വ്യക്തിയിൽ ശരിയായി അവൻ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനും അറിയാം, ദൈവത്തിൻ്റെ വചനത്തിനും അറിയാം. കാരണം ദൈവവചനം അതെന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന് അവിടെ പറയുന്നു 13-ാം വാക്യത്തിൽ അവൻ മറഞ്ഞിരിക്കുന്ന ഒരു
സൃഷ്ടിയുമില്ല. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ വചനം ജീവനും ഉള്ളതായി ഇരുവാഴത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കുന്നവരെ തുളച്ച് ചെല്ലുന്നതുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവവചനം കൊണ്ടാണ് ഒരാളെ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി വിധിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ സുവിശേഷം കൊണ്ട് ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഇന്ന് വേണമെങ്കിൽ ന്യായങ്ങൾ പറയാം, എന്താ പറയുന്നത്, സുവിശേഷം പറയുന്ന ആളുകളെ എതിർക്കാം. പക്ഷേ ഈ തിരുവെഴുത്ത് വെച്ച് എന്ത് ചെയ്യും? ദൈവം ന്യായം വിധിക്കും. എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞ വാക്കുകളെ അവിശ്വസിച്ചപ്പോൾ അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ പോയതുപോലെ ദൈവപുത്രൻ്റെ സുവിശേഷ സത്യങ്ങളെ അംഗീകരിക്കാത്തവർ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നുള്ള മുന്നറിയിപ്പ് അവിടെ കൊടുക്കുകയാണ്. അഞ്ചാമത്തെ കാരണം, യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്നതിന് അഞ്ചാമത്തെ കാരണം, അവിടുന്ന് അഹരോനേക്കാൾ അതിശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ്. 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെയാണ് നമ്മളത് ചിന്തിച്ചത്. അതിനെ ചില പോയിന്റുകളായി നമ്മൾ പറഞ്ഞു. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇസ്രായേലിൻ്റെ പുരോഹിതന്മാരെല്ലാം, മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരെല്ലാവരും അവരെങ്ങനെയുള്ളവരാണ്? അവർ പാപികളാണ്, അവർ ബലഹീനരാണ്. ഈ വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ബലഹീനരാണ്, പാപികളാണ്. എന്നാൽ നമ്മുടെ പുരോഹിതൻ, അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ആരാ ഉള്ളത്? നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങൾക്ക് പെരുന്നാളുണ്ടോ? നിങ്ങൾക്ക് പുരോഹിതനുണ്ടോ? നിങ്ങൾക്കൊന്നുമില്ലല്ലോ. നിങ്ങൾ അയ്യോ പാവങ്ങൾ. അല്ല, പാവങ്ങളല്ല, നമുക്കൊരു പുരോഹിതനുണ്ട്. അതാണ് ഈ ഭാഗത്ത് 3-4 പ്രാവശ്യം ആവർത്തിച്ച് പറയും, നമുക്കുള്ള മഹാപുരോഹിതൻ, നമുക്കുള്ള മഹാപുരോഹിതൻ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഓ ദൈവത്തിന് സ്തോത്രം. അവൻ പാപം ഒഴികെ സകലത്തിന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, നിർമ്മലൻ, നിർദോഷം, പവിത്രൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിത്തീർന്ന ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും യാഗം കഴിപ്പാൻ ആവശ്യം ഇല്ലാത്തവൻ. അത് അവൻ ഒരിക്കൽ എന്നേക്കായി തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് നിവർത്തിച്ചുവല്ലോ. ഓ ദൈവത്തിന് സ്തോത്രം. ആ പുരോഹിതന്മാരൊക്കെ അപ്പം ആരാ? അന്ധന്മാരായ വഴികാട്ടികളാണ്. പാപിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മവും ദൈവത്തിന് എന്തല്ല, സ്വീകാര്യമല്ല. അപ്പോൾ അവരും പാപികളാണ്. ഇവിടെ ഏതാ? ഇങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത്, പാപരഹിതനായ മഹാപുരോഹിതൻ. 4-ാം അധ്യായം 15-ാം വാക്യം, തികവുള്ള മഹാപുരോഹിതൻ. ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ പുരോഹിതനാകുന്നു. ന്യായപ്രമാണത്തിന് ശേഷമുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ, അത് 7-ാം അധ്യായത്തിൻ്റെ അവിടുത്തെ വാക്യം ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 7:28. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ പുത്രനെ പുരോഹിതനാക്കി തീർക്കുന്നു. എന്നേക്കും തികവുള്ള മഹാപുരോഹിതനാണ് നമ്മുടെ മഹാപുരോഹിതൻ. നിത്യപൗരോഹിത്യമാണ്. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നും ഇന്ന് ആളുകൾ ഓരോരുത്തരെ തിരഞ്ഞെടുക്കാനായിട്ട്, പുരോഹിതന്മാരായിട്ട്. എന്തെല്ലാം കടമ്പകളാണ് കിടക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമുക്കൊരു പുരോഹിതൻ ഉണ്ട്. ആ മഹാപുരോഹിതന് ഒരു മാറ്റവും ഇല്ല. അവിടുന്ന് നിത്യ മഹാപുരോഹിതനാണ്. മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത്. 4-ാമത്, ആണയിട്ട് ഉറപ്പിച്ച പൗരോഹിത്യമാണ്. ഇവിടെ ആർക്കും ദൈവം സത്യം ചെയ്ത് ഉറപ്പിച്ചു കൊടുത്തിട്ടില്ല പൗരോഹിത്യം. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ, മശിഹാപുത്രനെ, നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. ആണയിട്ടുറപ്പിച്ച ലേവ്യ പൗരോഹിത്യത്തിന് അതുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പൗരോഹിത്യം എന്നേക്കുമുള്ളതാണ് എന്ന് ലേവ്യ പൗരോഹിത്യത്തിൽ പറഞ്ഞിട്ടില്ല. ആരോന്യ പൗരോഹിത്യത്തിലില്ല. അവിടെ എന്നേക്കുമായിട്ട് പൗരോഹിത്യം അവർക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ ലേവ്യ പൗരോഹിത്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ദാവീദിൻ്റെ വായിൽ നിന്ന് ഈ വചനങ്ങൾ വന്നത്. 110-ാം സങ്കീർത്തനം. എത്ര അത്ഭുതമാണെന്ന് നോക്കണം. അവിടെ ദാവീദ് അടക്കമുള്ള ആളുകൾ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ കീഴിൽ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ, യാഗങ്ങളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ദാവീദിൽ കൂടെ ദൈവം ഇത് പറയുന്നത്. നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും
ഒരു പുരോഹിതനാണ്, ഞാൻ അനുതപിക്കില്ല എന്ന് ദൈവം പറയുന്നത്. ആ 110-ാം സങ്കീർത്തനം മനോഹരമായ സങ്കീർത്തനമാണ്. അതിലൊത്തിരി മശീഹ വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആണയിട്ട് ഉറപ്പിച്ച പൗരോഹിത്യമാണ്. 6-ാം അധ്യായം നമ്മൾ പറഞ്ഞതാണ്. ഇത് പറയാൻ ഇനി സമയമില്ല, അത്രയധികം കാര്യങ്ങൾ അതിലുണ്ട്. അവിടെ ദൈവം തനിക്ക് മാറ്റാൻ കഴിയാത്ത, വാക്കുമാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ കൊണ്ട് ആണയിട്ട് ഉറപ്പിക്കുന്നു. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയ്ക്കായി ശരണത്തിനായി ഓടി വന്ന നാം ദൈവത്തിന് വാക്കുമാറാൻ കഴിയാത്ത 2 കാര്യങ്ങളാൽ ഉറപ്പ് പ്രാപിക്കുന്നു എന്നുള്ളതാണ്. വചനം കൊണ്ടും ആണ കൊണ്ടും ഉറപ്പ് നൽകി എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ജനത്തിന് പൂർണ്ണത വരുത്തുന്ന പൗരോഹിത്യമാണ് നമ്മുടെ കർത്താവിൻ്റെ മഹാപൗരോഹിത്യം. 7:11 വേഗം ഒന്ന് പറഞ്ഞു പോകാം. 7-ാം അധ്യായം 11-ാം വാക്യം. കണ്ടോ, ലേവ്യ പൗരോഹിത്യത്തിന് കീഴിൽ സമ്പൂർണ്ണത വന്നെങ്കിൽ പിന്നെ മൽഖിസദേക്കിന്റെ ക്രമപ്രകാരം വേറെ പുരോഹിതം വരേണ്ട ആവശ്യം ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം അവിടെ എന്ത് വന്നിട്ടില്ല. 18-ാം വാക്യം മുമ്പിലത്തെ കൽപ്പനയ്ക്ക് ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ല. 18-19 വാക്യങ്ങൾ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യത്താൽ ജനത്തിന് എന്ത് വരുത്തുന്നു? പൂർണ്ണത വരുത്തും. കൊലോസ്യർ 2:9-10 വാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം. സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ആരാണെന്ന് പറയുമ്പോൾ അതിൽ കൂടെ നമുക്കാണ് ഗുണം, അല്ലേ? നമ്മുടെ വിശ്വാസവും നമ്മുടെ രക്ഷയും നമ്മുടെ എല്ലാ വിശ്വാസത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലും അവിടുത്തെ ശുശ്രൂഷയിലുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ അവിടുന്ന് താൻ അതിശ്രേഷ്ഠനായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം അത്രത്തോളം മൂല്യമുള്ളതാണ്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ വ്യക്തിത്വത്തെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? അതെന്തെങ്കിലും പറയട്ടെ, അവർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അങ്ങനെയാണോ? അല്ല. നമ്മളത് അവിടെ ഇടപെടേണ്ടതായിട്ട് വരും, അവിടെ പറയേണ്ടതായിട്ട് വരും. അവിടെ പറഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ലേഖനങ്ങൾ വന്നത്. അത് പറഞ്ഞതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം എഴുതേണ്ടതായിട്ട് വന്നത്. ജ്ഞാനവാദികളായ ആളുകൾക്കുള്ള മറുപടിയാണത്. യേശുക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? പരിപൂർണരാണ്. ജനത്തിന് പൂർണ്ണത വരുത്തുന്ന മഹാപൗരോഹിത്യമാണ് നമ്മുടെ കർത്താവിൻ്റെ മഹാപൗരോഹിത്യം. ജനത്തിന് നിത്യരക്ഷ നൽകുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം. 7-ാം അധ്യായം 25-ാം വാക്യം അത് മറക്കരുത്, പഠിക്കണം. കുറച്ച് വാക്യങ്ങളൊക്കെ എന്താ പറയുന്നത്, നമുക്കിങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ കാണാതെ എന്ത് ചെയ്യുക? പഠിക്കുക. ഒരു നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു സഹോദരി, അവർ ആടിനെ മേയ്ക്കാനായിട്ട് പോകുമ്പോൾ ചില വാക്യങ്ങളൊക്കെ പേപ്പറിനകത്ത് ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണത്തിൽ എഴുതി അവർ കയ്യിൽ വയ്ക്കും. അവർക്ക് ബുദ്ധിയിൽ അല്പം മാന്യമുള്ള ഒരു മകനുണ്ട്. ആ സഹോദരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സഹോദരി ഈ വാക്യം പഠിക്കും, മകനെയും പഠിപ്പിക്കും. സഹോദരി പല വാക്യങ്ങളും മറന്നുപോയി, പക്ഷേ ഈ മകൻ എന്ത് ചെയ്തിട്ടില്ല. അവന് എഫേസ്യ ലേഖനം, യോഹന്നാൻ്റെ 1-ാം ലേഖനം, പത്രോസിൻ്റെ ലേഖനം, ഇതൊക്കെ അവൻ കാണാതെ, ഒരു ലേഖനമൊക്കെ മുഴുവൻ അവൻ കാണാതെ പറയും. ഓ ദൈവത്തിൻ്റെ സ്തോത്രം. അവന് സ്കൂളിൽ പോയിട്ടില്ല, അവന് അങ്ങനെ വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല, പക്ഷേ ഈ ലേഖനങ്ങളൊക്കെ അവൻ കാണാതെ പറയും. സഹോദരിയും പറയും, സഹോദരിക്കും അറിയും. ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ സ്ഥിരം കാണുന്ന സഹോദരന്മാരാണ്, കണ്ണ് കാണാൻ കഴിയാത്ത പല സഹോദരന്മാരെ കണ്ടു. ഈ പ്രാവശ്യം 1-2 പേരെ കണ്ടു. അവരൊക്കെ വിശ്വാസത്തിൽ അവർ കണ്ണ് കാണാൻ വേണ്ടി ഇങ്ങനെ കേട്ടു, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ കാഴ്ച കിട്ടാൻ വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി വന്നതാണ്. പിന്നീട് അവർക്ക് മനസ്സിലായി യഥാർത്ഥ കാഴ്ച എന്താണെന്നുള്ളത് മനസ്സിലായപ്പോൾ ആ സഹോദരന്മാർ പറയുന്നത്, ഇനിയിപ്പോൾ കണ്ടില്ലേലും കുഴപ്പമില്ല,
അപ്പോൾ ഈ ബ്രെയിലി ലിപിയിലുള്ള ബൈബിളൊക്കെ കൊണ്ട് വരികയാണ് സഭകളിലേക്ക് വന്ന്. അപ്പോൾ ഞാൻ ആ സഹോദരനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ഞാൻ പറയുന്നൊരു വാക്യം ഒന്ന് വായിച്ച് എന്നെ കേൾപ്പിക്കാവോ? അപ്പോൾ വായിക്കാമല്ലോ. അപ്പോൾ ഇന്ന വാക്യം വായിക്കാനായിട്ട് പറഞ്ഞു. ആ സഹോദരൻ അതിങ്ങനെ അത് മറിച്ച് ഇങ്ങനെ തപ്പി അത് വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സഹോദരന് വേണ്ടിയിട്ടൊരു വാക്യം ഞാൻ വായിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഹിന്ദി ബൈബിളിൽ നിന്ന് ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ഇന്ന വാക്യമല്ലേ, കാണുന്നവർ കാണാതിരിപ്പാനും കാണാത്തവർ കാണുവാനുമായിട്ട് ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന വാക്യമാണ് ഞാൻ സഹോദരന് വേണ്ടി വായിച്ചത്. എത്ര അത്ഭുതകരമാണ്! നമ്മളൊക്കെ എത്രയോ വർഷമായിട്ട് നമുക്ക് എന്തറിയാം? അവർ ഇന്നലെ വന്ന ആളുകളാണ്, അവർക്ക് കാണാൻ കഴിയുന്നില്ല. സഹോദരൻ നിരങ്ങിയിട്ടാണ് ഒരു സഹോദരി വരുന്നത്, നിരങ്ങിയിട്ട് അവർക്ക് നടക്കാൻ കഴിയുന്നില്ല. അവരെല്ലാ ആഴ്ച ആരാധനയ്ക്ക് വരും, 30 കിലോമീറ്റർ അകലെന്ന്. നിരങ്ങിയിട്ടാണ് വരുന്നത്, അവർക്ക് നടക്കാൻ കഴിയില്ല. അവർ അരയ്ക്ക് താഴേക്ക് തളർന്ന ആളാണ്, അവർ നിരങ്ങിയിട്ടാണ് വരുന്നത്. ഓ ദൈവത്തിന് സ്തോത്രം! അപ്പോൾ ഇത് പഠിക്കണം. യേശുക്രിസ്തു ജനത്തിന് സമ്പൂർണ്ണ രക്ഷ വരുത്തുന്ന മഹാപുരോഹിതനാണ്. 7-25 വാക്യം. താൻ മുഖാന്തരമായ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ഇപ്പോൾ പകുതി ഇവൻ രക്ഷിക്കും, പകുതി വേറെ ആൾ രക്ഷിക്കും, അതിൻ്റെ പകുതി വേറെ ആൾ രക്ഷിക്കും. സഹരക്ഷകരോ സഹരക്ഷകന്മാരുടെയോ ഒന്നും ആവശ്യം ആർക്കില്ല. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരാളിൽ എന്ത് ചെയ്യുന്നുള്ളൂ? വിശ്വസിക്കുന്നുള്ളൂ, ആശ്രയിക്കുന്നുള്ളൂ. അവൻ സമ്പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. ഓ ദൈവത്തിന് സ്തോത്രം! സമ്പൂർണ്ണമായി രക്ഷിക്കുന്ന മഹാപുരോഹിതനാണ്. ജനത്തിന് നിത്യരക്ഷ നൽകുന്നു, ജനത്തെ മഹാപുരോഹിതന്മാരാക്കുന്നു. അത് വാക്യങ്ങളുണ്ട്, ഞങ്ങളെ പിന്നീട് അത് കേട്ടും വായിച്ചും മനസ്സിലാക്കാവുന്നതാണ്. ജനത്തെ മഹാപുരോഹിതന്മാരാക്കുന്ന പൗരോഹിത്യം. മറ്റൊന്ന് മൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അതിനെ ചില പോയിന്റുകളൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. പുതിയ നിയമം സ്ഥാപിച്ച പൗരോഹിത്യം. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിതമായ നിയമത്തിൻ്റെ മധ്യസ്ഥനാക്കിക്കൊണ്ട് വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ച്. വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. അടുത്തതിലേക്ക് പോവുകയാണ്. 6-ാമത്തേത്. അവിടെ ഒരു മുന്നറിയിപ്പുണ്ട്, അത് നമ്മൾ കൂലങ്കഷമായി ചിന്തിച്ചതാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ സമ്പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കാതെ ഈ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്നവരൊക്കെ ആദ്യവചനത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ ശിശുപാലകൻ്റെ കീഴിലാണ്. 5-ാം അധ്യായത്തിന് 11 മുതൽ 6-3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. ആദ്യവചനം വിട്ട് എന്ത് ചെയ്യണം? പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ആദ്യവചനം എന്താണ്? യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ന്യായപ്രമാണത്തിലെ പഴയ നിയമത്തിലെ ആചാരാനുഷ്ഠാനങ്ങളാണെന്ത്? ആദ്യവചനം എന്ന് പറയുന്നത്. ആദ്യവചനം യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. യാഗങ്ങളും വഴിപാടുകളും പെരുന്നാളുകളും എല്ലാ ന്യായപ്രമാണത്തിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യവചനങ്ങളാണ്. വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നു എന്നാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്, അത് വിരൽ ചൂണ്ടുന്നതാണ്. അത് ഈ പൊരുളിൻ്റെ പ്രതിബിംബങ്ങളാണ് അവയൊക്കെ. അപ്പം അവയെ വിടണം. അവയെ വിടാതെ അവയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും വരുവാനുള്ള രാജ്യത്തിൻ്റെ ശക്തി അനുഭവിക്കുകയും ചെയ്ത ആളുകൾ. ഈ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് യേശുക്രിസ്തുവാണ് ശ്രേഷ്ഠനായ മഹാപുരോഹിതനെന്നും യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയിലൂടെ നിനക്ക് നിത്യമായ രക്ഷയുണ്ട് എന്ന് ആവർത്തിച്ച് ബോധിപ്പിച്ചിട്ടും യേശുക്രിസ്തുവിൻ്റെ ശക്തി 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഒക്കെ ദൈവം അത് പ്രകടമാക്കി കൊടുത്തിട്ടും വരുവാനുള്ള രാജ്യത്തിൻ്റെ സ്വാദ് അനുഭവിച്ച ആളുകൾ, രുചിച്ചു നോക്കിയ ആളുകൾ മനഃപൂർവ്വമായി പാപം ചെയ്താൽ, ഈ രക്ഷകനിൽ സമ്പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കാതെ ആദ്യവചനത്തിലേക്ക് വീണ്ടും ശ്രദ്ധ ചെലുത്തിയാൽ, വീണ്ടും പാപമോചനത്തിലുള്ള കർമ്മങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് വേറെ രക്ഷാമാർഗം ഇല്ല. എതിരാളികളെ ദഹിപ്പിക്കുന്ന
ക്രോധാഗ്നിയുള്ളൂ എന്നുള്ള അതിഭയാനകമായ ഒരു മുന്നറിയിപ്പാണ് 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ, 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ഒടുവിലത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞത് യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. ബി ആണ് പോയിൻ്റ്. എ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ ശ്രേഷ്ഠൻ. അത് 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ അവസാനിക്കുകയാണ്. യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനാണ്. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വരെയാണ്. 8-ൻ്റെ 1 മുതൽ 10-ൻ്റെ 32 വരെ. അതിലൊന്ന്, യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനായിരിക്കുന്നത് അവിടുന്ന് ശ്രേഷ്ഠമായൊരു മന്ദിരത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദ പുരോഹിതന്മാരും ആപുരോഹിതന്മാരും ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മന്ദിരത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. എന്നാൽ അനേക ആളുകൾ അവരുടെ വിശ്വാസവും അവരെ പലതിലൊക്കെ അവർ മുറുകെ പിടിക്കുന്നത് ബാഹ്യമായ പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ദേവാലയത്തിൻ്റെ വലിപ്പം, ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ നേരത്ത് അവിടെ കൂടുന്ന ആളുകൾ അവരുടെ ദേവാലയത്തിലേക്ക് നോക്കൂ. അപ്പോൾ അവിടെ എന്തോ ഒരു എന്താ പറയുക, ഉത്സവം നടക്കുകയാണ്, ഒരു പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ അതെല്ലാം അലങ്കരിച്ചിരിക്കുകയാണ്. ഇതിന് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുന്നത്, ദേവാലയത്തിൻ്റെ മനോഹാരിതയിലല്ല, അതവിടെ പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. അവരൊക്കെയും എന്താണ്, സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിലാണ് ശുശ്രൂഷിച്ചത്. മോശയോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന മാതൃക പ്രകാരം ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ദൈവം കാണിച്ചു കൊടുത്ത സ്വർഗീയ ആലയത്തിൻ്റെ നിഴലിലാണ്, ദൃഷ്ടാന്തമായതിലാണ് അവർ ശുശ്രൂഷിച്ചത്. അവനോ, സ്തോത്രം, യേശു കർത്താവ് എവിടെയാണ്? കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. ദൈവം യഥാർത്ഥമായി വസിക്കുന്ന അത് പണിയുമ്പോൾ തന്നെ ശലോമോൻ പറഞ്ഞു, ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗം നിൻ്റെ സിംഹാസനം, ഭൂമി നിൻ്റെ പാദപീഠമാണ്. അതുകൊണ്ട് ഞാൻ പണിയുന്ന ആലയത്തിൽ നീ വസിക്കുന്നെങ്കിൽ എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഉത്തരവരളണമേ എന്നാണ് ശലോമോൻ എന്ന് പറഞ്ഞത് ജെറുസലേം ദേവാലയം പണിയുമ്പോൾ. അപ്പോൾ ആ യഥാർത്ഥ മന്ദിരത്തിലേക്ക് ആര് പ്രവേശിച്ചു? യേശു കർത്താവ് പ്രവേശിച്ചു. ശ്രേഷ്ഠമായ മന്ദിരത്തിലാണ് അവിടുന്ന് ശുശ്രൂഷിക്കുന്നത്. രണ്ടാമത്തേത്, അവിടുന്ന് ശ്രേഷ്ഠമായൊരു നിയമത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. ഒന്നാമത്തെ നിയമത്തിന് എന്തു വരുത്തി? മാറ്റം വരുത്തി. ഒന്നാമത്തെ നിയമത്തിനൊരു ഉറപ്പും കൊടുത്തിട്ടില്ല, ആ നിയമത്തിന് മാറ്റം വരുത്തിക്കൊണ്ട്, അതാണ് 6-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചാണ്. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകയാൽ വിശേഷതയേറിയ ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു. വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിതമായ നിയമമാണ് പുതിയ നിയമം. അതെന്താ? പഴയ നിയമത്തിന് ഇറ്റ് വാസ് കണ്ടീഷണൽ. നീ അങ്ങനെ ചെയ്താൽ അത് പ്രവർത്തിക്കുന്നവൻ അതിനാൽ ജീവിക്കും. അവിടെ കൃപയ്ക്കല്ല, വിശ്വാസത്തിനല്ല, അവൻ വിശ്വാസം വേണം, വിശ്വാസം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ പ്രവർത്തിക്കണം, നിശ്ചയമായി പ്രവർത്തിക്കണം. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ യാഗമൊന്നും അർപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അവൻ യാഗം അർപ്പിച്ചേ പറ്റൂ അവന് പാപപരിഹാരത്തിന് വേണ്ടി. എന്നാൽ ഇവിടെ അൺകണ്ടീഷണലാണ്, വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിതമായ നിയമമാണ്. an absolute covenant ആണ്. ഇറ്റ് റൺസ് അപ്പോൺ ഗ്രേസ്. കൃപയിൽ അധിഷ്ഠിതമായ ഒരു വാഗ്ദത്തത്തിൽ സ്ഥാപിതമായൊരു നിയമം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവിടുന്ന് അവൻ തൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനാണ്. ആ കൃപയാണ് അനുദിനവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രേഷ്ഠമായൊരു ശുശ്രൂഷയും കർത്താവ് നിവർത്തിച്ചു. അത് 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ നമ്മൾ കണ്ടു, ആരാധനക്കാരൻ്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത അതേ വഴിപാട് യാഗങ്ങളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ വർഷാന്തരം, വർഷത്തിലൊരിക്കൽ ആ പാപപരിഹാരത്തിനുള്ള രക്തവുമായി കടന്നു ചെല്ലുമ്പോൾ പുറത്തു നിൽക്കുന്ന സാധാരണക്കാരനായ ആ മനുഷ്യന് അവനൊരിക്കലും മനസ്സാക്ഷിയിൽ എന്തില്ല?
പൂർണ്ണ സമാധാനം ഇല്ല. ഒന്ന്, അവൻ അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയില്ല ദൈവസാന്നിധ്യത്തിലേക്ക്. രണ്ട്, അവിടെ എന്ത് നടക്കുന്നു എന്ന് അവൻ അറിഞ്ഞുകൂടാ. എന്നാൽ യേശു കർത്താവ് എന്ത് ചെയ്തു? ആ തിരശ്ശീല അവിടെ 6-7 വാക്യങ്ങൾ പറയുന്നുണ്ട്. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന സ്ഥലമുണ്ട്, 9-ാം അധ്യായത്തിൻ്റെ. അപ്പോൾ ആ 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലേക്കുള്ള ആ വഴി എന്ത് ചെയ്തു? തുറന്നു. അതിനു മുമ്പുള്ള വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന അവിടെ എന്നും നിത്യം യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കർമ്മങ്ങളെ കാണിക്കുന്നതാണ്. ഇന്ന് അത് ഈ കാലത്തേക്കൊരു സദൃശ്യമാണ്. എല്ലാ കാലത്തും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് മതങ്ങളുടെ കർമ്മനിബിഡമായ മതങ്ങളാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി തൻ്റെ ശരീരയാഗം അർപ്പിച്ചതുവഴി ആ കർമ്മകാണ്ഡങ്ങളെ നീക്കിക്കൊണ്ട് 2-ാം തിരശ്ശീലയെ കീറിക്കൊണ്ട് മേൽത്തൊട്ട് അടിയോളം ആ തിരശ്ശീലയെ 2-ആയി ചീന്തിക്കൊണ്ട് അവിടുന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം ഒരുക്കി. നമ്മളൊന്നും ചെയ്യണ്ട. അതാണ് പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠത. നമ്മളൊന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടത്? അവിടെ 10-ാം അധ്യായത്തിൽ പറയുന്നത്, പരമാർത്ഥ ഹൃദയം പൂണ്ട് അടുത്ത് ചെല്ലുക, കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. നീ അത് ചെയ്യണം, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാൻ പാടില്ല, നീ അത് ഒന്നുമില്ല. പരമാർത്ഥ ഹൃദയത്തോടെ കൃപയ്ക്കായി, കരുണയ്ക്കായി, സഹായത്തിനായി കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. നല്ല മനസാക്ഷിയോടുകൂടി. എന്താണ്? തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ആ മുടിയനായ പുത്രൻ വന്നതുപോലെ, അയ്യോ കർത്താവേ തെറ്റിപ്പോയി, അബദ്ധം പിണഞ്ഞുപോയി എന്ന് പറഞ്ഞു വരുമ്പോൾ കൃപാസനം തുറന്നിട്ടിരിക്കുകയാണ് സഹായിക്കാനായി. അല്ല, പ്രയാസങ്ങളിൽ കൂടിയാണ്, മനക്ലേശങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ കൃപാസനത്തിൽ നമുക്കുണ്ട്. അവൻ പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. വേദനിച്ചവനാണ്, കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയവനാണ്, ഒറ്റപ്പെടുത്തപ്പെട്ടവനാണ്, ബുദ്ധിമുട്ടുകൾ സഹിച്ചവനാണ്. അവൻ നമ്മുടെ വേദനകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏത് പ്രതിസന്ധികളും ആകട്ടെ, അതിൻ്റെ മധ്യത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ആ ദൈവപുത്രൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ അനുദിനവും ചേർന്ന് നിൽക്കുവാൻ കർത്താവ് വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറെ നാമം വാഴ്ത്തുന്നു.